ചാനല് പൂട്ടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് മഞ്ചദ്ദ വജദ, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പരിശ്രമിക്കുക, ഫലം നിശ്ചയമായിട്ടും ഉണ്ടാകും. കാരണം നമുക്ക് മറുപടികളില്ല, ആശയങ്ങളില്ലല്ലോ. ആയുധങ്ങളും അപരാധങ്ങളും ആരോപണങ്ങളും മാത്രമല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ തുടരുക. അതല്ലാതെ ഞാനിത് നിർത്തിപ്പോകുമെന്നോ പേടിച്ചു മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞിട്ട് മാളത്തിൽ ഒളിക്കുമെന്നോ ഒന്നും നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്ക് മറുപടികൾ ഉണ്ടെങ്കിൽ ആശയപരമായിട്ടാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. പിന്നെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ ചാനൽ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് എന്നെ തട്ടിക്കളഞ്ഞാലോ ഒന്നും ഇസ്ലാം മത വിമർശനങ്ങളൊന്നും അവസാനിക്കില്ല. ഒരു മതവിമർശനവും അവസാനിക്കില്ല. ഒരു പക്ഷേ ചോദ്യകർത്താവിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചാലും ചോദ്യം അവിടെ തുടരും. ചോദ്യം അവിടെ ഉണ്ടാകും. ഒരു ചോദ്യകർത്താവിനെ ഇല്ലാതാക്കിയാൽ ആ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ആകും. ഇപ്പൊ ചേകനൂർ മൗലവിയെ ഇല്ലാതാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? 10-30 വർഷങ്ങൾക്ക് ശേഷം അൺലിമിറ്റഡ് ആയിട്ടുള്ള ചേകനൂർ മൗലവിമാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അതുപോലെ നമ്മൾ എന്താണോ റിസൾട്ട് വിചാരിക്കുന്നത് അതിനേക്കാൾ നെഗറ്റീവ് എഫക്റ്റിലുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും നിന്ന നല്ലത് എന്ന് പറയുക. ഏതൊരു രാജ്യത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ആ രാജ്യം എങ്ങനെയായി തീരുമെന്ന് അറിയുന്ന അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരുപാട് അവഗാഹം സിദ്ധിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ രാജ്യം ഹിന്ദു രാഷ്ട്രമായോ, ഇസ്ലാം മത രാഷ്ട്രമായോ, ജനാധിപത്യ രാഷ്ട്രമായോ? ഒരു പക്ഷേ ഹിന്ദുക്കൾ മാത്രമാണോ അറിയാത്തത്? നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, നമ്മളെ കുറിച്ച് അപവാദങ്ങൾ ലോകം മുഴുവനും പരക്കെ അറിഞ്ഞാലും ഒരു പക്ഷേ ആ അപരാധം അവസാനം അറിയുന്നത് നമ്മളായിരിക്കും. അതുപോലെ നമ്മൾ അറിയായിട്ടാണോ ഇസ്ലാമിക ശരീഅത്ത് നിയമം സ്വതന്ത്ര ഭാരതത്തിൽ നിലവിൽ വന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റെനി, സ്വാഗതം. അറിയില്ല. ഇസ്ലാം മത ഭരണത്തിന്റെ കീഴിൽ സുപ്രീം കോടതിയൊക്കെ ആ രൂപത്തിൽ ശരീഅത്ത് നിയമമൊക്കെ പുറത്തിട്ടത് നമ്മൾ കണ്ടതാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് പാകിസ്ഥാനും ഇറാനും ഇറാഖും ഒക്കെ പോലും ലജ്ജിക്കുന്ന തരത്തിലുള്ള മതനിയമം നടപ്പിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഹിന്ദുക്കൾ മാത്രം അറിയാത്ത ഒരു ഇസ്ലാം മത രാഷ്ട്രം നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായോ? ഇന്ത്യ ഒരു ഇസ്ലാം മത രാജ്യമായോ? ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ പ്രാധാന്യം, ക്രിസ്ത്യാനികളെക്കാൾ പ്രാധാന്യം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് നിയമങ്ങൾ, ഭേദഗതികൾ, ആനുകൂല്യങ്ങൾ, പ്രിവിലേജുകൾ? ഇസ്ലാം മതം മാത്രം വ്രണപ്പെടാൻ പാടില്ല. മറ്റു മതങ്ങളെയൊക്കെ വാരി തേച്ച് അലക്കി ഉടുക്കി പിച്ച് കീറി വെയിലത്ത് വെക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നോക്കാം. ഇതിപ്പോ അങ്ങനെ പറയുന്നത് മതേതര രാജ്യമല്ലേ? ചിലർ പറയുന്നുണ്ട് ഹിന്ദു രാഷ്ട്രമാക്കുമെന്നൊക്കെ. പക്ഷെ പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ മതേതര രാജ്യമാണ് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിക രാജ്യമാണെന്ന് എന്റെ തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കുറിപ്പ് വായിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് മതേതരത്വം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടിമില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുവിടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവിന് പാടുവിടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജു ഹിന്ദുവാണ്, നവാസ് മുസൽമാൻ. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം, മതപരമായ കാര്യമാണ്.
വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടുന്ന ഒരു പോസ്റ്റാണിത്. പബ്ലിക്കിന്റെ നികുതി ഇതര മതവിഭാഗത്തിന്റെയും മതമില്ലാത്തവന്റെയും നികുതി ഉപയോഗിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ലഭിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ, സംവരണ ആനുകൂല്യങ്ങളാണ് ഈ കേൾക്കുന്നത്. ചെവി തുറന്ന് കേട്ടോ. തുടരാം. കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു. മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. അതിനൊക്കെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷൻ 1000 രൂപയ്ക്ക് കയറി ഇറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹിക സേവനമല്ല, മതപരമായ കാര്യമാണ്. ജോലിക്ക് പെൻഷനില്ല. അതിലത്തെ സുലൈമാൻ ഉസ്താദ് മാസം 7,500 രൂപ സർക്കാർ പെൻഷൻ വാങ്ങുന്നു. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്. പക്ഷേ ജോലിക്ക് പെൻഷനുണ്ട്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവെപ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല. കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന് വിലയില്ല. എങ്കിലും എന്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എന്റെ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും. പക്ഷേ പന്നി ഇറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. സുലൈമാന്റെ മതവികാരം വ്രണപ്പെടും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. എന്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി വരയ്ക്കും. കാരണം അവർ ഹിന്ദു ദൈവങ്ങളാണ്. എന്റെ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല. കാരണം അത് ഇസ്ലാമിക ദൈവമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. ഇതൊക്കെ ചിന്തിക്കാൻ അവസരം എനിക്ക് തന്ന ഇന്ത്യ ഇന്നും മതേതര രാജ്യമാണ്. ഞാൻ കേട്ട വലിയ കോമഡി, ഇന്ത്യ മതേതര രാജ്യമാണത്രേ. ഇതാണ് പോസ്റ്റ്. കൃത്യമായി ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ട് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി പറയാൻ കഴിയുന്നത് ആർക്കും ഒരു രൂപത്തിലും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഡേറ്റാസ് വെച്ച് നിഷേധിക്കാൻ സാധിക്കാത്ത നഗ്നസത്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന വെടിപ്പോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഇത് നമ്മൾ ഒന്നുകൂടെ കേൾക്കും. അതിന്റെ തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് കോമഡി അല്ലേ? മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം സൂക്ഷിക്കുന്ന രാജ്യമാണോ ഇത്? അതോ മതങ്ങൾക്കു വേണ്ടി, ആചാരങ്ങൾക്കു വേണ്ടി, മതവിശ്വാസങ്ങൾക്കു വേണ്ടി, മതനിയമ സംരക്ഷണങ്ങൾക്കു വേണ്ടി കലാപവും പ്രതിഷേധവും പ്രക്ഷോഭവും ഹർത്താലുകളും യുദ്ധവും ഉണ്ടാക്കുന്ന രാജ്യമാണോ ഇത്? മതേതരത്വത്തിനു വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടന്നിട്ടുണ്ടോ? മതത്തിനു വേണ്ടിയല്ലാതെ. ലഹളകൾ, കലാപങ്ങള്, കലഹങ്ങള്. മതേതരത്വം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. എല്ലാ മതത്തിനും നമ്മുടെ രാജ്യത്ത് തുല്യ പരിഗണനയാണോ? അല്ല. താടിയും തലപ്പാവും വെച്ച പൊറോട്ടക്കെട്ടുകാരുടെ മതത്തിനു മാത്രമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടി മില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി. ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുപെടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവിന് പാടുപെടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജുവും നവാസും രണ്ട് സുഹൃത്തുക്കളാണ്. നവാസിന് പഠിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഗൾഫിൽ പോയിട്ട് പണമുണ്ടാക്കി മോൻ പഠിക്കുന്നു. മോൻ പഠനത്തിൽ കുറച്ച് മികവ് കുറവാണ്. പക്ഷേ സർക്കാരിൽ നിന്നും സംവരണ ആനുകൂല്യ ഗ്രാന്റ് ലഭിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. രാജുവിന്റെ മകനോ ഒന്നും കിട്ടുന്നില്ല. രാജു മകനെ എങ്ങനെയെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം മകന് നേടിക്കൊടുക്കണം എന്ന അത്യാഗ്രഹത്തോടെ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. ഒരു രാജ്യത്ത് ഇത് ഈക്വൽ ആണോ എന്ന് ചിന്തിക്കുന്നു. നവാസ് മുസൽമാനും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഇസ്ലാമിന്റെ
5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. സമ്പത്തുള്ളവൻ പോയാ മതി, എല്ലാവരും പോകണമെന്ന് നിർബന്ധമില്ല. സമ്പത്തും ആരോഗ്യവും ഉള്ളവനോട് മാത്രമാണ് ഹജ്ജ് ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പബ്ലിക്കിന്റെ നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാ മതത്തിനുമുണ്ട് തീർത്ഥാടനങ്ങൾ. ആ തീർത്ഥാടനങ്ങൾ എല്ലാ മതവിശ്വാസികളും അവനവന്റെ പണം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം സബ്സിഡി എന്ന രൂപത്തിൽ, ഹജ്ജ് സബ്സിഡി എന്ന രൂപത്തിൽ ഈ പണം എടുത്തു കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു, മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. ഒരു ലീം മീഡിയ എന്ന് പറയുന്ന ഒരുത്തൻ, ഞാൻ മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, ക്ഷമിക്കണം. ഞാൻ നോക്കട്ടെ, എൻ്റെ ഏതെങ്കിലും അഡ്മിന്മാര്, സൂരജ് ഉണ്ട്, റെനി ഇല്ലേ, റെനിയുണ്ട്, ആരിഫ് ഉണ്ട്. നല്ലൊരു മറുപടി കൊടുത്ത് ഓടിച്ചോ. ശരി, പൾച്ചർ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകും. അവൻ്റെ ഉമ്മ അറുവാണിച്ചിയാണ് എന്ന് വന്ന് പറയുന്നുണ്ട്. സൂരജ് പറഞ്ഞിട്ടുണ്ട് മറുപടി. അതായത് അവൻ്റെ ഉമ്മ അങ്ങനെ ആകാൻ കാരണം അവൻ്റെ വാപ്പയല്ലേ, അവൻ്റെ വാപ്പയുടെ കഴിവുകേട് കൊണ്ടാണല്ലോ ഉമ്മയെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മുറിയന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വൾഗാരിറ്റിയാണ്, അതവൻ എടുത്ത് പുറത്തെടുക്കും. ഓക്കെ, ശരി. അപ്പോ അതെ, ഈ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു, മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, രാജുവിന്റെ പിതാവിനില്ലാത്ത ആനുകൂല്യം. മതപുരോഹിതനാണ് രാജുവിന്റെ പിതാവ്, അദ്ദേഹത്തിനില്ലാത്ത ആനുകൂല്യം നവാസിന്റെ മദ്രസ അധ്യാപകനായിട്ടുള്ള വാപ്പയ്ക്ക് ലഭിക്കുന്നു. മാസം 10,000 രൂപ പെൻഷൻ. ഇതൊക്കെ നിഷേധിക്കാൻ സാധിക്കുമോ? പാർലമെന്റില് നമ്മുടെ KT ജലീല് അവതരിപ്പിച്ച പ്രസ്താവനകള് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ, അല്ലേ? മദ്രസ അധ്യാപകർക്ക്, മുസ്ലിങ്ങൾക്ക് ക്ഷേമനിധിയായും വിവാഹ ആവശ്യങ്ങൾക്കായും അവശത പെൻഷനായുമൊക്കെ വാരിക്കോരി ഒരു സർക്കാർ നൽകുന്നു. ഈ രാജ്യം ഏതാണ്? മതേതര രാജ്യം. അപ്പോൾ ഭാസ്കരൻ അജയൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ തൂലികാ നാമത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഈ രാജ്യത്ത് രാജുവും നവാസും തികച്ചും 2 വേറിട്ട വ്യക്തികളാണ്. രാജു ഒരു ഹിന്ദു ആയതുകൊണ്ട് ഒരു ആനുകൂല്യങ്ങളും ഈ രാജ്യത്ത് നിന്ന് ലഭിക്കുന്നില്ല. നവാസ് ഒരു മുസ്ലിം ആയതുകൊണ്ട് നവാസിന്റെ മകനെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. നവാസിന്റെ പിതാവ് മദ്രസ അധ്യാപകനായതുകൊണ്ട് ക്ഷേമനിധി ഉൾപ്പെടെ, പെൻഷൻ ഉൾപ്പെടെ, ആദായങ്ങൾ എമ്പാടും, ലോണ്, മരിച്ചാൽ പൈസ, മരണാനന്തര ക്രിയകൾക്ക്, മക്കളെ പഠിപ്പിക്കാന് വിധവാ പെൻഷൻ വേറെ, മക്കളെ കെട്ടിച്ചയക്കാൻ വേറെ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴും ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് ഹിന്ദുക്കൾ പറയുന്നു എൻ്റെ രാജ്യം മതേതര രാജ്യമാണ് എന്ന്. അതെ, എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ഉറങ്ങുന്നവരെ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. ഇന്നൽ ആക്കില യക്ഫിയൽ ഇഷാറ എന്ന് പറയുന്നത് പോലെ ബുദ്ധിമാന് സൂചനകൾ മതി. നമ്മുടെ രാജ്യം ശരീഅത്ത് നിയമത്തിന്റെ അടിമയായി, ഒരു അഫ്ഗാനായി താലിബാനിസം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ലോകാവസാനം വരെ നിനക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ആരെ കൊണ്ട് മനസ്സിലാക്കിക്കാനും പറ്റില്ല. അജയൻ മതേതര രാജ്യമാണ്. അതിലത്തെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷൻ 1000 രൂപയ്ക്ക് കയറി ഇറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹിക സേവനമല്ല, മതപരമായ കാര്യമാണ്, ജോലിക്ക് പെൻഷൻ ഇല്ല. അതിലത്തെ സുലൈമാൻ ഉസ്താദ് മാസം 7,500 രൂപ സർക്കാർ പെൻഷൻ വാങ്ങുന്നു. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്, പക്ഷേ ജോലിക്ക് പെൻഷൻ ഉണ്ട്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവയ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല, കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന്
വിലയില്ല. എങ്കിലും എന്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എന്റെ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും, പക്ഷേ പന്നിയിറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. സുലൈമാന്റെ മതവികാരം വ്രണപ്പെടും. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. എന്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി വരയ്ക്കും. കാരണം അവർ ഹിന്ദു ദൈവങ്ങളാണ്. എന്റെ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല. കാരണം അത് ഇസ്ലാമിക ദൈവമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. ഇതൊക്കെ MF ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് ഹൈന്ദവ ദേവതകളെ എനിക്ക് നഗ്നമായി കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം നഗ്ന ചിത്രങ്ങൾ വരച്ചത്. പക്ഷേ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഫ്രാൻസിലെ ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് മാസിക അതിന്റെ ഓഫീസ് അടിച്ച് തകർത്ത് എത്ര പേരെയാണ് അന്ന് ഇവര് കൊന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിൽ പ്രവാചകന്റെ കാരിക്കേച്ചറോ ചിത്രമോ അച്ചടിച്ചു വരാൻ ഫ്രാൻസിന്റെ നിയമങ്ങൾ തടസ്സമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തെടുത്തത് ആരായിരുന്നു? ഒരു 18കാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി. MF ഹുസൈനോ അംഗീകാരങ്ങളുടെ പെരുമഴ. ചിന്തിക്കാൻ അവസരം എനിക്ക് തന്ന ഇന്ത്യ ഇന്നും മതേതര രാജ്യമാണ്. ഞാൻ കേട്ട വലിയ കോമഡി ഇന്ത്യ മതേതര രാജ്യമാണ് എന്നതാണ്. ഇതാണ് പോസ്റ്റ്. കൃത്യമായി ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ട് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടാണ് പച്ചയായ മതേതര രാജ്യമാണ്. ന്യൂനപക്ഷ സംവരണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലുള്ള അത് ഏറ്റവും വലിയ വിവേചനമാണ്. ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സംവരണം എന്ന് പറയുന്നത് കൊടിയ അനീതിയാണ്. അത് ഇന്നും ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാതിക്കാണ് സംവരണം വേണ്ടത്. ഭൂരിപക്ഷത്തിനില്ലാത്ത ഒരു ആനുകൂല്യവും ന്യൂനപക്ഷത്തിനുണ്ടാകരുത്. ന്യൂനപക്ഷത്തിനില്ലാത്ത ഒരു ആനുകൂല്യവും ഭൂരിപക്ഷത്തിനും ഉണ്ടാകരുത്. ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല സംവരണം വേണ്ടത്, സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് നമ്മുടെ സമൂഹത്തിലെ ദരിദ്രർക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കൂ. ഇത് സമ്പത്തുള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങൾ വാരിയും കോരിയും കൊടുത്തുകൊണ്ടിരുന്നാൽ ദരിദ്രൻ എല്ലാ കാലത്തും ദരിദ്രനായും സമ്പന്നൻ എല്ലാ കാലത്തും സമ്പന്നനായും തുടരും. ജാതിപരമായിട്ടാണ് സംവരണം കൊടുക്കുന്നത്. ഹൈന്ദവ ജാതി ശ്രേണി ഉണ്ടായിരുന്നു. ആ ശ്രേണിയിൽ താഴ്ന്ന ശ്രേണിയിൽപ്പെട്ടവർക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നിരന്തരമായ അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വന്നവർക്ക്, ജാതീയമായ വേർതിരിവ് വന്നവർക്ക്, സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർ, ആട്ടി ഓടിക്കപ്പെട്ടവർ, അവർക്കൊക്കെ ആയിട്ടുള്ള ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആ വിഭാഗങ്ങൾക്കെല്ലാം തന്നെയാണ് സംവരണം കൊടുക്കേണ്ടത്. ന്യൂനപക്ഷത്തിന് എന്തിനാണ് സംവരണത്തിന് ആവശ്യം? ഇനി ദളിതരായിരുന്നവർ, ഈ പറയുന്ന പട്ടികജാതിയിൽപ്പെട്ടിരുന്നവർ, അവർ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിച്ചാൽ അവർ പിന്നെ പട്ടികജാതിക്കാരല്ല. കാരണം അവർ ഈ ജാതി സമ്പ്രദായത്തിൽ നിന്ന് സംവരണം എന്ന് പറയുന്നത് ജാതിക്ക് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ജാതിയാണ് അവിടെ പ്രശ്നം ഏറ്റവും വലിയ. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. സാമ്പത്തിക സംവരണം വേറെയാണ്. ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ, അവന് വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് പൈസ കൊടുത്താൽ മാത്രം മതി, അവന്റെ സകല പ്രശ്നങ്ങൾ തീർന്നു. പക്ഷെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവന്, ഒരു SC ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ST ആയിട്ടുള്ള ആൾക്ക് പണം കിട്ടിയാലും വലിയ ധനികനായാലും ശരി തന്നെ അവനൊരിക്കലും സമൂഹത്തിലേക്ക് ഉയർന്നവനായിട്ടില്ലെങ്കിൽ അവന് വലിയ വിലയുള്ളതായിട്ട് അംഗീകരിക്കപ്പെട്ടില്ല. കാരണം ജാതിയാണ്. അപ്പൊ ജാതിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി, ജാതിപരമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംവരണം കൊണ്ടുവന്നിട്ടില്ല. ആ സംവരണം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ന്യൂനപക്ഷം എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് അവര് തന്നെ പറയുന്നത് ഞങ്ങളിപ്പോൾ ന്യൂനപക്ഷമല്ല എന്നാ. ഇപ്പൊ നമ്മുടെ നിർമ്മല കോളേജില് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളമുണ്ടാക്കിയപ്പോൾ അലിയാർ കാസ്മി പറഞ്ഞത് കേട്ടില്ലേ? മക്കളെ, നമ്മളിപ്പോൾ ന്യൂനപക്ഷമല്ല മക്കളെ, നമ്മൾ കേരളത്തിൽ 27% മക്കളെ. കഴുതു വെട്ടാനുള്ള, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള സമയമായിട്ടുണ്ട് മക്കളെ, ഞങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെയ്തോണം. 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തെച്ചുമിനുക്കാൻ മടിയില്ല. സ്റ്റാർട്ട് പറയും, അപ്പോൾ ഓക്കെ ആയിക്കോണം. കേന്ദ്ര സർക്കാർ മതസംവരണം നിർത്തലാക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാ മതത്തിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരിക്കണം. 60 വർഷത്തോളം ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചിട്ട്
ഈ രാജ്യത്തിന് എന്ത് രൂപത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടാക്കിയത് എന്ന് ഇത്തരം നയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരിക. തീവ്രവാദ സ്വഭാവമുള്ള ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള രാജ്യദ്രോഹികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം. ഇവരെന്തിനാ ശ്രമിക്കുന്നത്? അമുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി. എന്തിനാണ് ഈ രാജ്യത്ത് ഒരു വഖഫ് ബോർഡ്? എന്തിനാണ് ഒരു മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്? ആലോചിച്ചാൽ മതി പറയുന്നതിൽ കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കും. സംവരണം നമ്മൾ പറയുന്നു ഭാരതീയ പൈതൃകത്തിലുള്ള ക്ഷീണിതർക്കു മാത്രം അവകാശപ്പെട്ടതല്ലേ, അതവർക്ക് കൊടുക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ഈ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ന്യൂനപക്ഷ സംരക്ഷണം എന്ന രൂപത്തിൽ ഇങ്ങനെ ആയത്? നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്തോട് എന്തെങ്കിലുമൊക്കെ കൂറും പ്രതിബദ്ധതയും ഉണ്ടെന്നും ഇത്തരം നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്ത് ഓടയിൽ തള്ളേണ്ടുന്ന സമയമായെന്നുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുവാണ്. അതുപോലെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് എന്നേ കൊണ്ടുവരേണ്ടുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. തെലങ്കാന, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്ര ഇവിടങ്ങളിലൊക്കെ ചർച്ചുകള്, ക്ഷേത്രങ്ങളൊക്കെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിച്ച് അവിടമൊക്കെ അവരെ മസ്ജിദാക്കി. അല്ലാഹു അക്ബർ എന്ന ധ്വനി മാത്രം കേട്ടാൽ മതി എന്ന രൂപത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മളിവിടെ പറയുവാണ് നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഭരണഘടനയില് ജാതി സംവരണം മാത്രം നിലനിൽക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവരണം നൽകുന്നത് എന്ന് എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഭരണഘടനയുടെ പ്രത്യക്ഷമായിട്ടുള്ള ലംഘനങ്ങളാണ് ഇത്തരം മതസംവരണങ്ങൾ. ഇതൊക്കെ കേന്ദ്ര സർക്കാർ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോ മദ്രസയ്ക്കു വേണ്ടി നമ്മുടെ എന്തിനാണ് പൊതുനികുതിയിൽ നിന്ന് ഇവർക്ക് സംവരണ ആനുകൂല്യങ്ങളായിട്ട് പണം വാരിക്കോരി കൊടുക്കുന്നത്? മദ്രസയിൽ പഠിച്ച കുട്ടികൾക്ക് കൂടി ഇനി പെൻഷൻ കൊടുക്കുമോ എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതിയാകും. കുട്ടികളെ പീഡിപ്പിക്കാൻ പരിശീലനം നൽകാനും ഫണ്ട് തീർന്നില്ല. ഈ ഭാസ്കരൻ അജയൻ എന്ന വ്യക്തിയുടെ പോസ്റ്റ് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുകൂടി നമുക്കറിയണമല്ലോ. സംവരണം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ന്യൂനപക്ഷം എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ആൾക്കാരുള്ളവരാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അതെങ്ങനെ ന്യൂനപക്ഷം? കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ആരാ ന്യൂനപക്ഷം? പറയാം? ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അപ്പോൾ കശ്മീർ പോയ ആരാണ് ന്യൂനപക്ഷം? ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അപ്പൊ അതെങ്ങനെയാണ് ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടത് സംവരണം കൊടുക്കേണ്ടത്? അവിടെ ഭീതിതമായ അവസ്ഥയിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളായിരിക്കില്ലേ? അപ്പൊ അവിടുത്തെ ന്യൂനപക്ഷം വരെ കശ്മീരിൽ പോകണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. അവരാണ് ഭീതിതമായ അവസ്ഥയിൽ കഴിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാണ്? കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് സംവരണത്തിന്റെ ആവശ്യം എന്നുള്ള ഒരു ചോദ്യം, അത് വലിയ ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സംവരണം കൊടുക്കേണ്ടത്. മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്? ന്യൂനപക്ഷം ഒരു പദവിയാണ് അല്ല. ഈ പറയുന്ന ജാതീയമായ വേർതിരിവ് അനുഭവിച്ചവർക്ക് മാത്രമാണ് സംവരണം കൊടുക്കേണ്ടത്, അവർക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്. മതന്യൂനപക്ഷങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത്രയേറെ അവർക്ക് ഈ പ്രാധാന്യം വരുന്നത്? ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള ഒരു വിശ്വാസങ്ങൾക്കും വരെ ഉണ്ടാവാത്ത ഈ സമൂഹത്തിൽ ഇസ്ലാമിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്, അവർക്ക് വലിയ സംരക്ഷണമാണ് ലഭിക്കുന്നത്. ഒരു പറഞ്ഞില്ല, മാസ്റ്റർ നായർ രാജൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമല്ലേ? നമ്മളുടെ ഏതെങ്കിലും ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആഘോഷം ഒരു വർഷമെങ്കിലും മുറിവേൽക്കാതെ കടന്നു പോകുമോ? ഒരു തവണയെങ്കിലും ഒരു വിഷുവിന് ഒരു എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കില്ലേ? ഇപ്പോൾ ക്രിസ്തുമസ് ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ആഘോഷിക്കുന്നത്. പല രാജ്യങ്ങളിലും ന്യൂ ഇയർ ആഘോഷം പോലും വേണ്ടെന്ന് വെച്ചത് ഭയത്തോടു കൂടിയാ. ഞാനത് പറയാം. ആ ദൈവങ്ങളെ ആക്ഷേപിക്കില്ലേ? ഓണത്തിന് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കില്ല, സംഘടിതമായ ഓണത്തിന് നേരെ ആക്രമണം നടക്കുന്നില്ലേ? അപ്പൊ ഈ പറയുന്ന വിദ്യാരംഭത്തിന്, വിജയദശമിക്കും നിരന്തരമായ ആക്രമണമാണ് നടക്കുന്നത്. ദീപാവലിയായ പ്രശ്നമാണ്. ദീപാവലി പടക്കം പൊട്ടിക്കുന്നു, മലിനീകരണം ഉണ്ടാകുന്നു. അയ്യോ, വേറെ ഒന്നും മലിനീകരണം ഇല്ല എന്നുള്ളതുപോലെ, വേറെ ഒരു മലിനീകരണവും ഇല്ല, പടക്കം പൊട്ടിക്കുന്നത് മാത്രമാണ് മലിനീകരണം എന്നാണ്. ഇത്തരത്തിൽ വേർതിരിവുകൾ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതേതരത്വം, അത് കപട മതേതരത്വമാണ്. ഇവിടെ ജാതി സംവരണത്തിന്റെ പേരിലായാലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയല്ല ശരി, ജാതി സംവരണമാണ്. അത് ഹൈന്ദവർക്ക് മാത്രമുള്ളതാണ്. ഹിന്ദുവായിരിക്കുന്നാൽ മാത്രമേ ജാതി ഉണ്ടാകുന്നുള്ളൂ. ആ ജാതിയാണ് പരിഹരിക്കേണ്ട, ആ സാമൂഹിക ഉച്ചനീചത്വങ്ങളെയാണ് പരിഹരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സംവരണം. അപ്പൊ ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതേതരത്വമല്ല, കപട മതേതരത്വമാണ്. ഇന്ത്യയിൽ സംഭവിക്കുന്ന കപട മതേതരത്വമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് നടക്കുന്നത്. അതിന്റെ പേരിലാണ് ഇതല്ല ഇവിടെ ഈ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ലംസം ഗ്രാൻഡ്. എന്തിനു വേണ്ടിയിട്ട് ലംസം ഗ്രാൻഡ്?
ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വേർതിരിവിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പാനൊളി അറിയാം. വേറെയുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് സംവരണത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സംവരണത്തിന്റെ ആവശ്യം? അവർ സംവരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സംബന്ധം അലഹബാദ് ഹൈക്കോടതി ചോദിച്ച അതേ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു നിയമവിരുദ്ധവും ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. ഹൈക്കോടതി ചോദിക്കുന്നു, എന്തിനാണ് മതം ഉപേക്ഷിച്ചവർക്ക്, ഈ പറയുന്ന ഹിന്ദു മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയവർക്ക് ജാതി സംവരണം കൊടുക്കുന്നത്? അവർ ജാതിയിൽ നിന്ന് പുറത്തുപോയി, അവർ ജാതി ഉപേക്ഷിച്ചു, അവരുടെ ഈ പറയുന്ന ദളിത് അല്ലെങ്കിൽ പട്ടികജാതി എന്ന് പറയുന്ന ഐഡന്റിറ്റി അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ടാണ്, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പല സംവിധാനങ്ങളും പ്രവർത്തിച്ചു വന്നിരുന്നത് കാലാകാലങ്ങളായിട്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള മതപ്രീണനത്തിന് വേണ്ടി മാത്രം കീഴ്പ്പെട്ടിരുന്നവരാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം അതാണ്. അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് കപടതയാണ്. ഭാസ്കരൻ നായർ അജയന്റെ ഈ ഒറ്റ പോസ്റ്റ് മതി കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ളത് ഇസ്ലാമിക ഫേവറബിൾ ആയിട്ടുള്ള, ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന, അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇതിന് ഒരു പൊളിച്ചെഴുത്തുണ്ടായേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്തവരായി നമ്മൾ. കേരളത്തിന്റെ പല ജില്ലകളിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുമോ? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് അവര് പോലും ഭയപ്പെടുവാണ് ഈ കേരളത്തിൽ. ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താൽ ഓക്കെ. പൊതു നികുതിപ്പണത്തിൽ നിന്നും കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഏത് ജില്ലയിലാകട്ടെ, ഏത് പ്രദേശങ്ങളിലാകട്ടെ, ഇവർ ഭൂരിപക്ഷമായാൽ ഇവർ മറ്റുള്ളവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടങ്ങും. ന്യൂനപക്ഷമായാലോ, ന്യൂനപക്ഷങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞ് ഇവര് പ്രതിഷേധത്തിനിറങ്ങും. ഞാൻ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. याद रखना 25 करोड़ मुसलमान हैं, कोई ऐसे वैसे नहीं है, कोई और इस्लाम देश में भी इतने मिलियन मुसलमान नहीं है जितने हिंदुस्तान में है अल्हम्दुलिल्लाह। അവര് പറയുന്നത് എന്താണ് എന്ന് ഞാൻ ചുരുക്കം പറഞ്ഞു തരാം. 130 കോടി ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തെ ഭാരതത്തിൽ ഓരോ ഡസൻ സ്ത്രീകളെ വീതം നിക്കാഹ് കഴിച്ച് പ്രസവിപ്പിച്ച് പ്രസവിച്ചു കൂട്ടി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് നിലവിൽ 25 കോടി മുസ്ലിം ജനസംഖ്യ ഈ രാജ്യത്തുണ്ട് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. കാര്യം മനസ്സിലായോ? 130 കോടി ജനസംഖ്യയുള്ള ഹിന്ദു ഭൂരിപക്ഷമാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഓരോ ഡസൻ സ്ത്രീകളെ വീതം ഒരു പുരുഷൻ നിക്കാഹ് കഴിച്ച് അവരെ പ്രസവിപ്പിച്ച് മക്കളെ കൂട്ടി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് നിലവിൽ 25 കോടി മുസ്ലിം ജനസംഖ്യ ഭാരതത്തിലുണ്ട്. ഇവര് പറയുന്നതാണ് 25 കോടി ജനങ്ങളെ കാണിച്ച് അവരിലെ ഒരാളായ ഈ തട്ടക്കാരി, ഈ അപ്പിക്കുപ്പായക്കാരി ബാക്കിയുള്ള 105 കോടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ആധിപത്യം സ്ഥാപിച്ച് കോളനികളാക്കി നമ്മളെ അടക്കി ഭരിച്ചു എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോട് പുച്ഛം തോന്നിയിരുന്നില്ലേ? ഈ 25 കോടി ആളുകൾ ശേഷിക്കുന്ന 105 കോടി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നിട്ട് അവർക്ക് മദ്രസകൾ വഴി പഠനം, ആനുകൂല്യങ്ങൾ, ആയുധ പരിശീലനങ്ങൾ, തീവ്രവാദ പരിശീലനങ്ങൾ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും സഹായ സഹകരണങ്ങളും ഒക്കെ കൊടുക്കണം. എത്ര തീവ്രമായിരിക്കും എന്നാലോചിച്ച് നോക്ക. തന്നെയുമല്ല, ഇവരെ പിന്തുണയ്ക്കാൻ നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ ഉണ്ട് എന്നതാണ് ഇവരുടെ ധൈര്യം. ഇതാണ്
ഇവരെ മുന്നോട്ട് പോകുന്ന നയമെങ്കിൽ, ഇതാണ് ഇവരുടെ മനോഭാവമെങ്കിൽ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്താ ഇവരോട് പറയാനുണ്ടാവുക? ഇവരെ പ്രതിരോധിക്കാൻ അവർ തയ്യാറാണ്. ഹിന്ദുക്കൾ ഇപ്പോൾ ഉറങ്ങുവാണ് എന്നത് ശരിയാണ്. പക്ഷേ എല്ലാ